Guys, good morning. So this is my first ever long format vlog video in YouTube. ഈ വ്ളോഗ് എന്തിനെ പറ്റി ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് വളരെ കാലം ഞാൻ വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ദ പറ്റിയ സാഹചര്യം ടു സ്റ്റാർട്ട് ഇറ്റ്. നമ്മുടെ പള്ളിയിലെ പെരുന്നാളാണ്. ഓൾറെഡി ഈ ഇന്നലെ ഇന്നലെ മിനിയാന്ന് കൊടിയേറ്റൊക്കെ കഴിഞ്ഞു. സോ പരിപാടികളൊക്കെ അവിടെ ഗംഭീരമായി തുടങ്ങിയിട്ടുണ്ട്. ഏത് പെരുന്നാളാണെന്ന് ചോദിച്ചാൽ അമ്പ് പെരുന്നാൾ, നമ്മുടെ പള്ളിയുടെ പെരുന്നാളാണ്. മെയിൻ പെരുന്നാളാണെന്ന്. അപ്പം ഇന്നല്ല, നാളെ ശരിക്കും പറഞ്ഞാൽ. അപ്പം പെരുന്നാൾ നമുക്കിങ്ങനെ 3-4 ദിവസം ഉണ്ടല്ലോ. സോ ഇന്നാണ് നമ്മുടെ വീട്ടിൽ അമ്പൊക്കെ കൊണ്ടുവരുന്നത്. അതിനെ പ്രമാണിച്ച് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടുകാരുടെയും എൻ്റെയും ചില ഫൺ കാര്യങ്ങളും അങ്ങനെ ക്ലീനിങ്ങും ഒക്കെ കവർ ചെയ്ത് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തുകൊണ്ടും പറ്റിയൊരു സാഹചര്യമാണ്. സോ അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ചായകുടിയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാവാമെന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നു. സോ നമ്മുടെ ക്യാമറ സെറ്റിംഗ് ഒക്കെ നിങ്ങൾ കുറച്ച് ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. അപ്പം നമ്മൾ കഴിക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചായയുണ്ട്. ആൻഡ് ഇതിന് എൻ്റെ നാട്ടിൽ വട്ടയപ്പം എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കാണാം. ബൈ. ട്രാൻസിഷൻ അതൊന്നുമല്ലോ. നമ്മൾ രാവിലെ ചായയും വട്ടയപ്പവും കഴിച്ച് റൗണ്ട് 2 ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ച്. ഈ പിള്ളേർ ഇഗ്നോർ ദ വോയിസസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അടുത്ത നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റം എന്താണെന്ന് കാണിച്ചു തരാം. പ്രകൃതിയായ ബ്രേക്ക്ഫാസ്റ്റ്. നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഈസ് ഇന്നലെ രാത്രി പഠിച്ച പൊറോട്ടയുടെ ബാക്കി പൊറോട്ട ആവി കയറ്റിയത്. ആൻഡ് എപ്പോഴോ വെച്ച ചിക്കൻ കറി. ഇന്നലെ വെച്ച ചിക്കൻ കറി പിന്നെയും ചൂടാക്കിയിട്ട് ഇന്നലകൾ. വാവ്. എല്ലാ ചെറിയ പ്രൊഡക്റ്റിന് വേണ്ടിയുള്ള ഫുഡാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വാട്ട് ഇസ് ദിസ്? ദിസ് ഈസ് കുറുക്ക്. ഇത് ഉണ്ടാക്കുന്നത് ആര്? ഇത് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല, ചുമ്മായിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം. ഇത് നിങ്ങൾ എന്തോ വീണ് പൊട്ടി. ഈ കാണുന്ന പാടുകൾ ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ഞാനൊന്ന് കുക്കിംഗ് പരീക്ഷിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അമ്പു ഫുഡ് ടേസ്റ്റ് ചെയ്യൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അമ്പു റിവ്യൂ പറയൂ. അമ്പുവിന് ഡബിടുന്ന നമ്മുടെ സ്വന്തം അമ്പുവിന്റെ ചെറിയ ചിറ്റ. ഡബിടു. ലൈൻ കാച്ച്. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കാണാം. ബൈ. കുട്ടി കരഞ്ഞ് കളിച്ച് ഉറങ്ങിപ്പോയി. നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്യാമറ ഫ്ലിപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈശ ഇവിടെ ക്ലീനിങ് ഒക്കെ ചെയ്ത് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു റൂമും കൂടെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ പോകണം. സോ ഗൈസ്, നമ്മൾ അപ്പുറ വീട്ടിൽ ഏകദേശം പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കി. അവിടെ അവർ 3 പേരും കൂടെ എല്ലാം സെറ്റാക്കുമ്പോഴത്തേനും ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ നിന്നത് ചേച്ചിയുടെ അടുത്ത്. സോ ഇവിടെ വന്നിട്ട് നമ്മുടെ വീടൊന്ന് സെറ്റാക്കി എടുക്കണം. ഇതവർ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്തിട്ട് പോയ കുറച്ച് ബലൂൺസ് ഇനി ബാക്കിയുണ്ട്. ഇത് മാറ്റുന്നത് വേണ്ടിയോ ഞാൻ ആലോചിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ താഴോട്ട് വന്നാൽ ഇങ്ങനൊരു സംഭവം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഉണ്ണീഷനെ വെക്കാൻ വേണ്ടിയിട്ട് ടേബിൾ പോലെ നമ്മളൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് സെറ്റാക്കണം. പിന്നെ ആകെ മൊത്തം കുറച്ച് അടിച്ചു വാരൽ, തുടയ്ക്കൽ, അങ്ങനത്തെ ചെറിയ പരിപാടീസ് ഉണ്ട്. സോ അത് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാം. ചിലപ്പം അത്ര കാണും. ഇത് പെട്ടെന്ന് കവർ ചെയ്തിട്ട് ഷടപടേന്ന് കാര്യങ്ങൾ തീർത്തിട്ട് നമുക്ക് പോകണം. ബിക്കോസ് നമുക്കിന്ന് വൈകുന്നേരം പള്ളിയിൽ പോകണം. നമ്മൾ കാര്യം എന്താ പറയുകയെന്ന് വെച്ചാൽ മിനിഞ്ഞാന്ന് പെരുന്നാൾ തുടങ്ങിയെങ്കിലും ഈ പെരുന്നാളിൻ്റെ വൈബ് അങ്ങോട്ട് നമുക്ക് ഇന്ന് വരണേ. കാരണം നമ്മളെല്ലാവരും ജോലിപരമായ ആവശ്യങ്ങൾ കാരണം ജോലി കാരണം നമുക്ക് അങ്ങ് കൂടാനൊന്നും പറ്റിയില്ല കൊടിയേറ്റമൊന്നും. സോ ഇന്നാണ് നമുക്ക് ആ വൈബ് കയറി വരുന്നത്. കാരണം ഇന്നാണ് നമ്മുടെ വീട്ടിൽ അമ്പ് വരുന്നത്. സോ പെരുന്നാൾ വൈബൊക്കെ സെറ്റായി നമ്മൾ ഏതാണ്ടിരിക്കുകയാണ്. അപ്പം ജോലിയൊക്കെ പെട്ടെന്ന് ഷടപടയെന്ന് തീർക്കട്ടെ. എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ബിഫോറും ഒരു ആഫ്റ്ററും മാത്രമേ ചിലപ്പോൾ കാണിക്കലുണ്ടാവും. ചെയ്യുന്ന ആ ഫ്ലോയിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗ്. അതാണ് ഇതിലെന്താവുന്ന എന്ത് തെറ്റുകളും നിങ്ങൾ എന്നോട് ക്ഷമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
സോ ഈ ഒരു ബെഡുണ്ട്, വളരെ ഈസ്തെറ്റിക് ആയിട്ടൊരു സംഭവം. ഈ മാവച്ചൻ്റെ മറ്റേ ബെഡാണ്. അപ്പം ഈ ബെഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഫ്ലോറിൽ തന്നെ ഇട്ട് ഈസ്തെറ്റിക് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യും. പിന്നെ നമുക്ക് സ്പേസിൻ്റെ കുറച്ചൊരു ലിമിറ്റേഷൻ ഉള്ളത് കാരണം നമ്മളിവിടെ ഒന്നും ഇട്ടിട്ടില്ല, കട്ടിലൊന്നും ഇട്ടിട്ടില്ല. കട്ടിലിന് പകരം നമ്മൾ ഈ ബെഡിങ്ങനെ താഴെ കിടക്കാറുമ്പോൾ താഴെ, അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ താഴെ, അല്ലെങ്കിൽ എടുത്തിങ്ങനെ കുത്തുക നിർത്തും, അല്ലെങ്കിൽ അത്രയും കൂടെ സ്പേസ് കവറാവും. സോ ഞാൻ നിങ്ങൾക്ക് ക്യാമറ ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മൾ ഏകദേശം ഒരു മിനിറ്റ് ക്യാമറ ഫ്ലിപ്പാക്കട്ടെ. ഏകദേശം ഈ ഒരു സൈഡൊക്കെ ക്ലീൻ ചെയ്ത് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ മറ്റേ ഇരിക്കുന്ന ഒരു സംഭവമാണ്, ഇരിക്കുന്ന പ്ലസ് താഴോട്ട് അതിനൊരു കബോർഡുണ്ട്. അപ്പം ഈ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, പിന്നെ ഞാൻ ക്രിസ്മസ് ട്രീന്ന് അയച്ച് വെച്ചപ്പം എടുത്ത് വെക്കാൻ മറന്നുപോയ കുറച്ച് അതിൻ്റെ ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളും. പിന്നെ ഇവിടെ ആയിട്ട് ഞാൻ ഈ ലൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് നമുക്ക് ഈ പറയുന്ന സെറ്റപ്പിൽ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കാം. അങ്ങനെയാണ് എൻ്റെ പ്ലാൻ. സോ ഒരു ബിഫോർ എന്നൊക്കെ പറയുമ്പം നമ്മുടെ രൂപക്കൂട് ഇത് സെറ്റാക്കണം. ബെഡ് നമ്മൾ ഓൾറെഡി സെറ്റാക്കി. പിന്നെ ഇതൊക്കെ നമുക്ക് അലക്കാനും പിന്നെ നമ്മുടെ പില്ലോ കവറൊക്കെ മാറ്റാനുള്ള അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. ഇതിവിടെ എന്തോ എലക്ഷനൊക്കെ നടക്കുക, അപ്പോൾ അതിൻ്റെ കുറേ നോട്ടീസ് വന്നത് ഞാൻ എടുത്ത് വെച്ചതാണ്. ഇതൊക്കെ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ആട്ടോ. ഈ ഇതിൻ്റെ അടി വന്നിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സോ അത് ഒന്ന് സെറ്റാക്കി അകത്തോട്ടാക്കണം. അങ്ങനെ ചെറിയ പരിപാടികൾ മാത്രമേ ഉള്ളൂ. സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാനൊരു ആഫ്റ്റർ ഇടാം. ഓക്കെ, ബൈ. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാലം മുമ്പ് കാണാതെ പോയ എൻ്റെ വാച്ച് എനിക്ക് തിരിച്ച് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതിന് ഭയങ്കര ഫേവറേറ്റ് വാച്ചാണ്. സോ അത് തിരിച്ചിട്ടി ഇങ്ങനെ നിങ്ങൾക്കും പറ്റാറുണ്ടോ? അതായത് കാണാതെ പോയ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പിന്നീട് ക്ലീൻ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ തിരിച്ചിരുന്നത് പറ്റാറുണ്ടോ? ഇഫ് യെസ് പ്ലീസ് കമൻറ്റ് ബിലോ. ക്വിക്ക് അപ്ഡേറ്റ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടികൾ ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ക്ലീൻഡ്, ഫ്ലോർ ക്ലീൻഡ്, എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ ഡെക്കറേഷൻസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇത് സെറ്റാക്കി ഇതിൽ ഈ ലൈറ്റ് ഇട്ട് വെക്കണം. ഇങ്ങനെ ഒരു ചെറിയ പനയും കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ വീട്ടാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ്, നമുക്കതിൻ്റെ ഫൈനലായിട്ട് കാണാം. അതിന് ലൈറ്റ് ഓഫാക്കിയിട്ട് കാണാം. പറഞ്ഞാൽ ആ സാധനം നമ്മളിങ്ങനെയാണ് സെറ്റ് ചെയ്ത് നടത്തേക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. അതായത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അമ്മേൻ്റെ പാത്രം വീഴും. പറ്റുകയാണെങ്കിൽ ഞാൻ ഈ വ്ളോഗിൽ അതിൻ്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. ആൻഡ് ഐ തിങ്ക് ഐ എം കൈൻഡ് ഓഫ് ലൈക്കിംഗ് ദ വൈബ് കൊള്ളാമല്ലേ? നൈസ്. ഡൺ. വോം എസ്തറ്റിക് കൈൻഡ് സംഭവം ചെയ്യണം എന്നായിരുന്നു. പക്ഷേ നമ്മുടെ അടുത്ത് വോം ലൈറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതെവിടെ വെച്ചേക്കുന്നത് എന്ന് എനിക്ക് ഓർമ്മയില്ല. കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനുള്ള സമയവുമില്ല. സോ അതുകൊണ്ട് ഉള്ള ലൈറ്റ്സൊക്കെ വെച്ച് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഔട്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇറ്റ് ലുക്സ് ടു ഗുഡ്. ഫോട്ടോസൊക്കെ അടിപൊളിയായിരിക്കും. സോ പറ്റുകയാണെങ്കിൽ ഞാൻ ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്യാം. ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാണാൻ വേണ്ടി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഇനിയും ഇതുപോലത്തെ പുതിയ വ്ളോഗുകളുമായി വരാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്ളോഗ് കണ്ടൻറ്റ്സ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ ട്രൈ ടു മേക്ക് വീഡിയോസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.